പാഠം 1066. മര്യാദക്കാരിയായ ഭാര്യ. എന്തായി? ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഇന്നലെ ലോനപ്പിലോട്ട് എന്തായിരുന്നു പ്രശ്നം? എന്ത് പ്രശ്നം? സംഭവമൊക്കെ ഞാൻ അറിഞ്ഞു. ഇന്നലെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കട മുന്നിൽ വെച്ച് മോഹനേട്ടനും ലോനപ്പനും തമ്മിൽ ഭയങ്കര സംസാരമായെന്നും ലോനപ്പൻ മോഹനേട്ടനെ ചീത്ത വിളിച്ചു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. എന്താണ് കാര്യം? ലോനപ്പന് അടിയുടെ കുറവാ. ഹമേ, ഞാൻ ഇന്നലെ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന വഴി കൃഷ്ണൻകുട്ടിയുടെ ചായക്കട കഴിഞ്ഞ് ഒരു 100 മീറ്റർ കഴിഞ്ഞാണ് ലോനപ്പൻ റോഡ് സൈഡിൽ നിന്ന് മൂത്രമൊഴിക്കുന്നു. പൊതുസ്ഥലത്ത് മൂത്രമൊഴിക്കുന്നത് എന്തൊരു വൃത്തികേടാണ്. ഞാൻ ലോനപ്പനോട് പറഞ്ഞു, ഇമ്മാതിരി പണികൾ കാണിക്കരുത്, അത് മോശമാണ് എന്ന്. ഉടനെ ലോനപ്പൻ എന്നോട് തർക്കിക്കാൻ വന്നു. ഞാൻ സാറിന്റെ വീട്ടിലേക്കോ വില്ലേജ് ഓഫീസിലേക്കോ ഒന്നും വന്നില്ലല്ലോ, ഇത് പൊതുവഴിയാ, പൊതുവഴിയിൽ വില്ലേജ് ഓഫീസർക്ക് ഒരു അധികാരവും ഇല്ല എന്നെല്ലാം പറഞ്ഞു ഒച്ച ഉണ്ടാക്കി. ഓ, അതോടെ ആളുകളുടെ മുന്നിൽ വെച്ച് ലോനപ്പൻ പിന്നെ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞത് പൊതുസ്ഥലം വൃത്തികേടാക്കുന്നത് നിയമപ്രകാരം തെറ്റാണ്, ഞാൻ പോലീസിൽ പരാതിപ്പെടും എന്നാണ്. ഉടനെ അവൻ പറയുക, എന്നാ അവിടെ കേസോട്, എന്താ അവിടെ കാണാലോ എന്ന്. എന്നിട്ട് മോനോട് എന്ത് പറഞ്ഞു? അവനോടൊക്കെ അവിടെ തർക്കിക്കാൻ പോയാ എന്റെ മാനമാ പോകുന്നത്. ഞാനൊന്നും പറഞ്ഞില്ല. ഇതാണ് മോഹനേട്ടന്റെ കുഴപ്പം. ലോനപ്പൻ കാണിച്ച പോക്കൃതരമാണെന്നുള്ള കാര്യം ഉറപ്പല്ലേ? അപ്പൊ അവനോട് ശരിക്കും രണ്ടെണ്ണം പറഞ്ഞുകൊണ്ടായിരുന്നു മോനേട്ടാ. അത് കഴിഞ്ഞേ പോലീസിന് പരാതിപ്പെടണമായിരുന്നു. ലോനപ്പൻ എന്തായാലും വെറുതെ വിട്ടത് ശരിയായില്ല. ആമേ, ഇക്കാര്യത്തിലും നിന്നേക്കാൾ ബുദ്ധി എനിക്കുണ്ട്. ഇന്നലെ അവിടെ നിന്ന് ഞാൻ അവനോട് വഴക്കുണ്ടാക്കിയാൽ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഞാൻ ദേഷ്യപ്പെടുമ്പോൾ അവൻ തെറി വിളിച്ചു പറയും. എനിക്കാണെങ്കിൽ തിരികെ അതുപോലെ ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാനൊരു ഗാന്ധിയനാണല്ലോ. പോലീസിൽ അറിയിക്കാറുണ്ടല്ലോ. അറിയിക്കാമായിരുന്നു, പക്ഷേ കേസിന് ഞാൻ അടക്കേണ്ടി വരില്ലേ? ലോനപ്പം മൂത്രമൊഴിച്ചതിന് ഞാൻ സാക്ഷി പറയേണ്ടിയും വരും. അതിനേക്കാളൊക്കെ നല്ല വഴി എന്റെ കയ്യിലുണ്ട്. ലോനപ്പൻ പുതിയ കെട്ടിടം പണിയാനുള്ള സ്ഥാനം കണ്ടിരിക്കുക. കെട്ടിടം പണിയണമെങ്കിൽ പഞ്ചായത്തിന്റെ പെർമിറ്റ് വേണം. പഞ്ചായത്തിന്റെ പെർമിറ്റ് വേണമെങ്കിൽ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഒരാഴ്ചക്കുള്ളിൽ ലോനപ്പൻ കൈവശ അവകാശ സർട്ടിഫിക്കറ്റിനായി എന്നെ കാണാൻ വരും. അന്നാണ് ഞാൻ ലോനപ്പനെ കൊണ്ട് മൂക്ക് കൊണ്ട് ഇച്ഛാവരപ്പിക്കുന്നത്. ഒരു ശത്രുവിനെ നമ്മുടെ കയ്യിൽ ഒതുങ്ങി കിട്ടും എന്നുറപ്പുള്ളപ്പോൾ വെറുതെ വർത്താനം പറഞ്ഞ് ഞാൻ മോശക്കാരനാകുന്നത് എന്തിനാണ്? അപ്പൊ അതായിരുന്നല്ലേ ഓഫീസറുടെ ബുദ്ധി. മോഹനേഷൻ സാർ ഒന്നും കാണാതെ മറ്റൊന്നും ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ നാട്ടുകാർ ബഹുമാനിക്കുന്ന വലിയൊരു വില്ലേജ് ഓഫീസറായി മാറിയത്. ഇനിയും വർത്താനം ഓർത്തോണ്ടിരിക്കാതെ ഷർട്ട് മുണ്ട് തേച്ചോ. ഇനി ഷർട്ട് തേച്ചങ്ങ് വെച്ചാൽ മതി. എനിക്കറിയാം, ഞാൻ ചെയ്തോളാം. എടുക്ക. ഹലോ, മോഹനേഷനല്ലേ? അതെ മോഹനേഷ, ഞാൻ നിന്റെ ദാസപ്പഞ്ചേട്ടനാ. എന്താ ദാസപ്പഞ്ചേട്ട വിശേഷങ്ങൾ? അമ്മയൊക്കെ സുഖമായിരിക്കുന്നോ? പിന്നെ പരമസുഖം. വേറെന്തൊക്കെയാ വിശേഷങ്ങൾ? ഞാൻ നിന്റെ വീട്ടിന്റെ തൊട്ടടുത്തുണ്ടടാ. ഇവിടെയോ? എടാ, എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട് 10 മണിക്ക്. ഇന്ന് ഉച്ചയ്ക്ക് തിരിച്ചു പോവുകയും വേണം. ഇപ്പൊ നിന്റെ അടുത്ത് വന്ന് ഒന്ന് കുളിച്ച് റെഡിയായി കാപ്പിയും കുടിച്ച് പോകാന്ന് കരുതി. അത് വേണ്ട. ഇവിടെ വന്നിട്ട് നിന്നെ ഒന്ന് കാണാതെ പോയാ നീ എന്ത് കരുതും? അതെ, അത് ശരിയാ. അത് മര്യാദയല്ലല്ലോ. ഒട്ടും മര്യാദയില്ല. ഞാനൊരു അരമണിക്കൂറിൽ അങ്ങെത്താം. ഹലോ, ഭഗവാനെ, ദാസപ്പച്ചേട്ട ഇങ്ങോട്ട് വന്ന ആരെ മനസ്സിലായില്ല. മനസ്സിലായില്ലേ? നമ്പര് പറയാൻ തോന്നുന്നു. ഷർട്ട് ചോദിച്ചോ? വക്കീലേ, ഊത വിളിക്കുന്നില്ലേ? വേണ്ടല്ലേ, എനിക്ക് ഒന്നിട്ട് ഫോൺ ചെയ്യാണ്ട്. ദാസപ്പൻ ചേട്ടനെ കണ്ട
ഭാമ വെട്ടിക്കൊല്ലും. നമസ്കാരം ഡോക്കിയിലെ. നമസ്കാരം. പിന്നെ പുരുഷോത്തമ ചേട്ടൻ തന്നു വിട്ടതാണ്. രാവിലെ തന്നെ വക്കീലിന്റെ കൈ തരാനും പറഞ്ഞു. അയ്യോ നന്നായി ഉത്തമ. ഞാൻ പുരുഷോത്തമ ചേട്ടൻ അങ്ങോട്ട് വിളിക്കായിരിക്കായിരുന്നു. കഴിഞ്ഞ ആഴ്ച തരാന്ന് പറഞ്ഞ പൈസയാ. ഈ പുരുഷോത്തമൻ ചേട്ടൻ അങ്ങനെ കറക്ക് കമ്പനിയിൽ നിന്നല്ല വക്കീലേ. പൈസക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ തരാത്തിരി വൈകും. എന്നാലും ഓർത്തിരുന്നു തരും. അതുകൊണ്ടാണല്ലോ പുരുഷോത്തമ ചേട്ടന്റെ കേസ് ഞാൻ വക്കീൽ തന്നെ പിടിച്ചു തന്നത്. പൗലോസേട്ടന്റെ കേസ് കിട്ടാനുണ്ടായിരുന്ന ബാക്കി പൈസ ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. അതും തരാന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞു. വിളിക്കുമ്പോഴല്ല നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്നാണ് പൗലോസേട്ടൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഉത്തമൻ ഇടപെട്ടാവുന്ന വാങ്ങിച്ചാ ഉത്തമ. അത് ഞാനായിട്ട് പൗലോസേട്ടനെ ഇന്ന് തന്നെ തപ്പി എടുത്തിട്ട് എന്നാ കാര്യം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. നമസ്കാരം സാറേ. സാറിവിടെ ഉണ്ടായിരുന്ന? ഞാൻ ഈ വക്കീലൊന്ന് കാണാൻ വേണ്ടി വന്നത്. കുന്നും പറഞ്ഞ പുരുഷോത്തമൻ ചേട്ടൻ കുറച്ച് പൈസ തന്നു വിട്ടിരുന്നേ. പുരുഷോത്തമൻ ചേട്ടന്റെ കേസ് കഴിഞ്ഞ ആഴ്ച വിധി ആയതാണ്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാറേ. ഇത്തിരി ഒരു വലിയ പ്രശ്നമുണ്ട്. നാട്ടിൽ നിന്ന് എന്റെ ഒരു ബന്ധു ദാസപ്പൻ എന്നാ പേര് ഇപ്പൊ ഇങ്ങോട്ട് കയറി വരും. ഭാമയ്ക്കാണെങ്കിൽ ദാസപ്പൻ ചേട്ടനെ കണ്ണെടുത്താ കണ്ടൂടാ. എനിക്ക് മനസ്സിലായില്ല. ദാസപ്പൻ ചേട്ടൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. അപ്പം മനുഷ്യരൊക്കെ ഓരോരോ സ്വഭാവക്കാരാണ്. ഒരു 6 മാസം മുമ്പ് ദാസപ്പ ചേട്ടൻ ഇവിടെ വന്ന് ഒരു ദിവസം താമസിച്ചു. എന്റെ ബന്ധുവാണല്ലോ എന്ന് കരുതി ഭാമ വലിയ സ്നേഹത്തിൽ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്തു. പോകാൻ നേരം ഭാമയോട് സന്തോഷമായിട്ട് വർത്താനം പറഞ്ഞിട്ടൊക്കെയാണ് ദാസപ്പ ചേട്ടൻ പോയത്. പിന്നെന്താണ് സാറേ പ്രശ്നം? ദാസപ്പ ചേട്ടൻ നാട്ടിൽ പോയി എന്റെ ബന്ധുക്കളോടൊക്കെ ഭാമയെ പറ്റി എന്തൊക്കെയോ പറഞ്ഞു. ഭാമയ്ക്ക് വലിയ വക്കീലാണെന്നുള്ള അഹങ്കാരമാണ്. ഭാമ എന്നെ വകവയ്ക്കില്ല. ഈ വീട്ടിൽ ഭാമയുടെ തോന്നിവാസങ്ങളൊക്കെയാണ് എന്നൊക്കെ അങ്ങ് അയ്യയ്യേ. അത് മാത്രമല്ല, എന്റെ അമ്മയെ കണ്ടപ്പോ ദാസപ്പൻ ചേട്ടൻ പറയാ, ആ വക്കീൽ പെണ്ണെന്ന് വ്യക്തിണ്ടാക്കാരെന്ന് അറിഞ്ഞൂടാ. ആ പെണ്ണുണ്ടാക്കുന്ന കഴിക്കുന്ന ആ ചെറുക്കന്റെ കാര്യം കഷ്ട സാറിന്റെ എന്നൊക്കെ. അമ്മ അത് ഭാമയോട് ചോദിച്ചു. എനിക്ക് മനസ്സിലായി അമ്മേ. ഞാൻ എന്ത് ചെയ്യാനാണ്? നാട്ടിൽ പോയി ദാസപ്പ ചേട്ടൻ വേറെ പല ആളുകളോട് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് പോകും. പക്ഷെ അങ്ങനെയൊന്നും അല്ലമ്മേ പറഞ്ഞത്. ഓ അതെ, നമുക്ക് നോക്കാം. എന്നെങ്കിലും ദാസമ്മ ചേട്ടൻ ഇനി ഇങ്ങോട്ട് വരുമല്ലോ. ശരി. അമ്മയായിരുന്നു മോഹനേട്ടന്റെ ആ വായി നോക്കി ദാസപ്പൻ ചേട്ടനുണ്ടല്ലോ, ഓയാക്കട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. എന്താ കാര്യോ? ഞാനൊരു അഹങ്കാരിയാണ്, എന്റെ തോന്നിയാസങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നാട്ടിൽ പല ആളുകളോടും പറഞ്ഞായിട്ട് ഞാൻ നേരത്തെ അറിഞ്ഞ കാര്യം. ഇപ്പൊ അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞിരിക്കുന്നു, എനിക്ക് വായിക്ക് രുചിയായിട്ട് ഒന്നും വെച്ചുണ്ടാക്കാൻ അറിയാൻ പാടില്ല, ഞാൻ ഉണ്ടാക്കുന്നൊന്നും കഴിക്കാൻ കൊള്ളൂല എന്ന്. ഞാൻ ഉണ്ടാക്കി തരുന്ന കഴിച്ച് മോഹനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴായി പറയണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണല്ലോ ദാസപ്പ ചേട്ടൻ പറഞ്ഞത് ആലോചിച്ചാൽ ചിരിച്ചു പോയത്. നിനക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നും നീ ഭർത്താവിനെ ബഹുമാനിക്കാത്ത ഒരു അഹങ്കാരിയാണ് എന്നൊക്കെ ഞാൻ പറയുമ്പോ കുറ്റം. ഇപ്പൊ എങ്ങനെയുണ്ട്? ദാസപ്പൻ ചേട്ടൻ പറഞ്ഞത് 100% സത്യമാണ്. ഞാൻ വെച്ചുണ്ടാക്കുന്നതൊക്കെ മൂക്കുമുട്ട വലിച്ചു വാരത്തുനിന്ന് ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ട് ഭാമേ എന്ന് പറഞ്ഞിട്ട് പോയ ഒരാളാണ് ഈ ദാസപ്പൻ ചേട്ടൻ. എന്നിട്ട് നാട്ടിൽ ചെന്നിട്ട് വേണ്ടതിന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. സാരമില്ല, ഇനി എന്തെങ്കിലും മോഹനേട്ടൻ ആ പ്രിയപ്പെട്ട ദാസപ്പൻ ചേട്ടൻ ഇങ്ങോട്ട് വരുമല്ലോ, അങ്ങേരെ ഇനി എങ്ങാനും എന്റെ കൺമുന്നിലെങ്ങാനും കണ്ട പച്ച ചീത്ത പറയാതെ ഇവിടുത്തെ പ്രശ്നമേ ഉണ്ടാവില്ല. പെണ്ണുങ്ങളെ ചീത്ത വിളി കേൾക്കണമെങ്കിൽ മേലി പടി കയറി പോർത്ത് പറഞ്ഞു അയാളോട്. ദാസപ്പ ചേട്ടൻ ഇങ്ങോട്ട് വരില്ലാന്ന് ഓർത്ത് ഞാനും ഭാമയെ കാര്യമായിട്ട് കളിയാക്കി പോയി. എന്തായാലും അവള് ദാസപ്പ ചേട്ടനെ നോട്ടോട്ട് വെച്ചിരിക്കും. ഇന്ന് ദാസപ്പ ചേട്ടൻ ഇവിടെ കയറി വന്ന ഭാമ എന്താ പറയുക എന്താ ചെയ്യുക ആർക്കും പറയാൻ പറ്റില്ല. ഈ ദാസപ്പ ചേട്ടൻ ഇപ്പൊ എവിടെയുണ്ട് സാറേ? കുറച്ച് മുമ്പ് ഫോൺ വിളിച്ചിരുന്നു. 1/2 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തുന്ന പറഞ്ഞേക്കുന്നത്. ഇപ്പൊ 12 കഴിഞ്ഞു. ഏത് നിമിഷവും ആളിവിടെ കയറി വരും. അപ്പൊ പിന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യും സാറേ? ഉത്തമൻ വഴിയിൽ എവിടെ നിൽക്ക്. ആള് മുൻപിൽ വന്ന് പെടുകയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് എങ്ങോട്ടും വിളിച്ചോണ്ട് വെക്കണം, ഇങ്ങോട്ട് വിടരുത്. സാറിനെ കാണാൻ വരുന്ന സാറിന്റെ ബന്ധുവിനെ ഞാൻ എന്ത് പറഞ്ഞാണ് വിളിച്ചോണ്ട് പോകേണ്ടത്? എന്തെങ്കിലും പറയണം. ദാസപ്പച്ചന്റെ ഇവിടെ ഒന്ന് കയറി സംഗതി പ്രശ്നമാവും. ഭാമമായിട്ടൊന്ന് പറയും ചെയ്യും.
അതൊക്കെ ദാസപ്പൻ ചേട്ടൻ നാട്ടിൽ പോയി പറയുകയും ചെയ്യും. ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷെ അതിനേക്കാളും നല്ലത് സാർ എങ്ങനെയെങ്കിലും വക്കീലിനെ സോപ്പിട്ട് പ്രശ്നം തീർക്കുന്നതാണ്. ഒരു കാര്യം ചെയ്യും, സാറിന്റെ വഴിക്കൊന്ന് നോക്ക്, ഞാൻ എന്റെ വഴിക്കൊന്ന് നോക്കാം. സാറിന് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദാസപ്പൻ ചേട്ടൻ എന്റെ കണ്ണിൽ പെടും. പക്ഷെ സാറിന് ഭാഗ്യം വേണം. നോക്കട്ടെ. എന്ത് ചെയ്യുമെന്നാണ്. ഈ സദാനന്ദ വക്കീലിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ് ഭാമേ? അല്ല, നീ കുറെ നാള് സദാനന്ദ വക്കീലിനോട് ജോലി ചെയ്തല്ലേ? ഈ സദാനന്ദ വക്കീലിന്റെ സ്വഭാവം എങ്ങനെയാണ്? എനിക്ക് മനസ്സിലായില്ല. എന്നോടത്തിലെ താലൂക്ക് ഓഫീസിലെ സഹദേവൻ പറയുക, സദാനന്ദ വക്കീല് ഭയങ്കര ദേഷ്യക്കാരനാണ്, കാലി വന്നു കഴിഞ്ഞാൽ പിന്നെ മുൻപിൻ നോക്കില്ല എന്നൊക്കെ. അത് ശരിയാ മോനേട്ടാ. പക്ഷെ അതൊക്കെ ഒരു ദോഷമാണ്, നമുക്ക് പറയാൻ പറ്റുമോ? ഒരുപാട് തിരക്കുകളും കേസിന് ടെൻഷനും ഒക്കെ വരുമ്പോ ചെറിയ കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ടു പോവില്ലേ? നിസ്സാരമായി എത്ര കാര്യങ്ങൾ പേരിൽ മോഹനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അതല്ല ഓരോരുത്തരുടെ സ്വഭാവമല്ലേ? ശരിയാ, ഓരോരുത്തർക്കും ഓരോരോ സ്വഭാവങ്ങളല്ലേ. നമ്മൾ അത് മനസ്സിലാക്കണല്ലേ. തഹസിൽദാരുടെ സ്വഭാവമല്ല ഡെപ്യൂട്ടി തഹസിൽദാരുടെ സ്വഭാവം. അത് എനിക്കറിയാവുന്നത് കൊണ്ട് രണ്ടുപേരുമായി ഞാൻ നല്ല അടുപ്പത്തില്ല. ഇപ്പൊ ഇവിടുത്തെ കാര്യം തന്നെ എടുക്കാം. എന്റെ സ്വഭാവമല്ലല്ലോ നിനക്ക്, നിന്റെ സ്വഭാവമല്ലല്ലോ എനിക്കും. പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്ന വായു തോന്നി വിളിച്ച് പറയുകയും ചെയ്യും. പക്ഷെ നീ അങ്ങനെയല്ല. സത്യം പറഞ്ഞ നിന്റെ അത്ര ക്ഷമയുള്ള ആളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല. നേരട്ടെ, സത്യ, നിനക്കിഷ്ടമല്ലാത്ത എന്തെങ്കിലും കണ്ടാ നീ അതങ്ങ് വിട്ടളയും. ഒരാളോട് ദേഷ്യം തോന്നുമ്പോ അയാളെ ചെയ്തു വിളിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ നീ പറയും. പക്ഷെ ആളെ നേരിട്ട് കാണുമ്പോ നീ ഒക്കെ അങ്ങ് ക്ഷമിച്ചു കളയും. സത്യം പറഞ്ഞ അതൊരു വലിയ കഴിവാ. ക്ഷമിക്കാനും മറക്കാനും പറ്റുക എന്നുള്ളതാണ് സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും മഹത്തായ കാര്യം. അങ്ങനെ മറക്കാനും ക്ഷമിക്കാനും നിനക്ക് പറ്റുന്ന പോലെ വേറെ ഒരാൾക്കും പറ്റില്ല. സത്യത്തിൽ എനിക്ക് നിന്നെ പറ്റി വലിയ അഭിമാനമാണ്. അയ്യോ, ഞാനീ പറഞ്ഞ കാര്യമായിട്ടാ. നിന്നെ സമ്മതിക്കണം. ഈശ്വര, ഈശ്വര അല്ലായിരിക്കണമേ. ആണ് ദാസപ്പൻ ചേട്ടൻ, ദുരന്തങ്ങളൊന്നും സംഭവിക്കാതെ നോക്കണേ ഭഗവാനെ. കയറല്ലേ ദാസപ്പൻ ചേട്ടാ. ഞാൻ വിചാരിച്ച നേരത്തെ ദാസപ്പൻ ചേട്ടൻ കിട്ടിയെടുത്തില്ല. വഴിയിൽ വെച്ച് ഉത്തമനെ കണ്ടായിരുന്നോ? ഉത്തമനോ? അങ്ങനെ വായി നോക്കിയുണ്ട്. പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു കാര്യം പറഞ്ഞേപ്പിച്ചാ അത് ഭംഗിയായി ചെയ്യാൻ അറിയാത്ത വിധി. പിന്നെ എന്തൊക്കെയാണ് ദാസപ്പൻ വിശേഷങ്ങൾ? ദാസപ്പൻ ചേട്ടൻ ആരെയൊക്കെ കാണാണെന്ന് പറഞ്ഞില്ല, അത് ആരെയാ? പണ്ട് സഹകരണ വകുപ്പിലുണ്ടായിരുന്ന എബ്രഹാം സാറില്ലേ, സാറിനെ കണ്ട് ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിക്കാനുണ്ട്. 10 മണിക്കാ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അരമണിക്കൂറിനുള്ളിൽ ഇറങ്ങണം. അത് പിന്നെ ശരീരമൊക്കെ ആകെ അങ്ങ് മെലിഞ്ഞു പോയല്ലേ. ചേട്ടനോ? ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? പെട്ടെന്ന് ഇവിടെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതിന് ഞാൻ എന്തിനാ ഒരു മുന്നറിയിപ്പ് വരുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പുള്ള മുന്നറിയിപ്പ് നല്ലതിനാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? അമ്മായിക്ക് സുഖല്ലേ? അമ്മായി ഒന്ന് വിളിക്കണമെന്ന് പല പ്രാവശ്യം ഞാൻ ഓർമ്മ, പിന്നെ അങ്ങ് മറന്നുപോയി. എന്താ മോനിട്ട് ഇത്? ദൂരെ യാത്ര ചെയ്തു വന്ന ഒരാളെ മുറ്റി നിർത്തിയാണ് വർത്താനം പറയുന്നത്. ദാസപ്പേട്ട അകത്തേക്ക് ഇരിക്കാൻ, ഞാൻ ചായ എടുക്കാം. ഇതെന്താ മോനിട്ട് ഇങ്ങനെയൊക്കെ? പ്രതീക്ഷിക്കാതെ ദാസപ്പ ചേട്ടനെ കണ്ടതുകൊണ്ടാ? കൊള്ളാം. അത് കയറിയിരിക്കാൻ, ഞാൻ ചായ എടുക്കാം. എന്താ ഇവിടെ ഇങ്ങനെ? മോനകൃഷ്ണ, എന്താ? ഒന്നുമില്ല. ദാസപ്പൻ ചേട്ടൻ വാ.
ദാസപ്പൻ ചേട്ടൻ ഇങ്ങോട്ടത്തിന് എത്ര നാളായി? ഇത്തവണ വിഷുവിന് വരുമ്പോ ദാസപ്പൻ ചേട്ടൻ ഒന്ന് കാണണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു ഞാൻ. നിന്നെ ഒന്ന് കാണണമെന്ന് ഞാനും പല പ്രാവശ്യം ആലോചിച്ചതാ. പക്ഷെ നേരം കിട്ടണ്ടേ മോനകൃഷ്ണ, എപ്പോഴും തിരക്ക. കൃത്യം 10 മണിക്ക് എബ്രഹാം സാറിനെ കാണാനാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 9 മണി കഴിയുമ്പോ ഇറങ്ങണം. അതുകൊണ്ട് ഞാൻ ഈ കുളിക്കാനും കഴിക്കാനും ഒന്നും നിൽക്കുന്നില്ല. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞ ദാസപ്പൻ ചേട്ടൻ വരുന്നെന്ന് പറഞ്ഞപ്പോ ആദ്യം എനിക്കൊരു പേടിയായിരുന്നു. പേടി? അല്ല, ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുൻപ് ദാസപ്പൻ ചേട്ടൻ എത്തിയില്ലെങ്കിലോ എന്നൊരു പേടി. വേറെ പേടിയൊന്നുമില്ല. എന്താ പേടിക്കുന്നത്? ചായ മോളുടെ ചായ വേണോ? ഇപ്പൊ കുടിച്ചാണല്ലോ ഓർത്ത് എടുക്കാതിരുന്നതേ. വേണ്ട. ശരി. സത്യമാമേ, നല്ല ചായ. ഓ, അല്ലെങ്കിലും നീ എന്തുണ്ടാക്കിയാലും അത് നല്ല രുചിയായിരിക്കുമെന്ന് എനിക്കറിയാലോ. കഴിഞ്ഞവണ ഞാൻ നാട്ടിൽ ചെന്നപ്പോ എല്ലാരോടും ഞാൻ നിന്റെ കൈപുണ്യത്തെ പറ്റി അങ്ങ് പറഞ്ഞു. ദാസപ്പേട്ടൻ ചായ കുടിക്ക്. ഞാൻ കഴിക്കാൻ എടുക്കാം. ആ, പുറമെ കാണും പോലെയല്ല, സത്യഭാമ സ്നേഹമുള്ളവളാ. അതെ അതെ. ഞാനിപ്പോ വരാം. ദാസപ്പേട്ടൻ ചായ കുടിക്ക്. ദേ, ഒരുപാട് നേരം ഇരിക്കുന്നില്ല, 5 മിനിറ്റിനുള്ളിൽ ഇറങ്ങണം. ഞാൻ വരുന്നു. ഞാൻ പറഞ്ഞ വാസ്തവാണ്. എനിക്ക് മനസ്സിലായില്ലേ? എന്ത്? കുറച്ചുമ്പോ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ഭയങ്കര ക്ഷമയും മര്യാദയൊക്കെ ആണെന്ന്? അത് സത്യമായില്ലേ? കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ട് പോയിട്ട് ദാസപ്പൻ ചേട്ടൻ നിന്നെ പറ്റി എന്തൊക്കെയോ പറഞ്ഞില്ലേ? നീ ഭയങ്കര അഹങ്കാരിയാണ്, നിനക്കൊന്നും വെച്ചുണ്ടാക്കാൻ അറിയില്ല എന്നൊക്കെ. നിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും അത് മനസ്സിൽ വെച്ച് പെരുമാറിയിരിക്കും. ഇന്ന് ദാസപ്പൻ ചേട്ടൻ വന്ന് കേറിയ പാടെ അത് ചോദിക്കും, വഴക്കും പറയും. പക്ഷെ നീയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് പോലും കാണിച്ചിട്ടില്ല. അതാണ് നിന്റെ മനസ്സിന്റെ വലിപ്പം. അമേ, ഇപ്പോഴാണ് നീ ശരിക്കും ഒരു ഗാന്ധിയന്റെ ഭാര്യയായത്. മോഹനേട്ടാ, മോഹനേട്ടൻ പറഞ്ഞതെല്ലാം വാസ്തവാണെന്നുള്ള കാര്യം ശരി തന്നെയാ. അല്ലെങ്കിലും എന്റെ ഭർത്താവിന്റെ വാക്കുകൾ കേൾക്കുക അനുസരിക്കാൻ ചെയ്യേണ്ട ഒരാളല്ലേ ഞാൻ. പക്ഷെ മോഹനേട്ടൻ ഇപ്പൊ പറഞ്ഞതുപോലെ എനിക്ക് ഒരുപാട് ക്ഷമയുള്ളത് കൊണ്ടൊന്നും അല്ല ഞാൻ അങ്ങനെ പെരുമാറിയത്. പിന്നെ സത്യം പറഞ്ഞ ദാസപ്പൻ ചേട്ടൻ ഇനി ഇങ്ങോട്ട് വന്നാൽ നല്ലത് 4 എണ്ണം പറയണമെന്ന് ഓർത്തോണ്ടിരിക്കായിരുന്നു ഞാൻ. അമ്മാതിരി തോന്നിയാസാണല്ലോ അങ്ങനെ ഒന്ന് കാണിച്ചത്. പക്ഷേ കുറച്ചു മുന്നേ മോഹനേട്ടൻ ഒരു കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ ആ ലോനപ്പന്റെ കാര്യം. ഞാൻ പറഞ്ഞുതരാം. ലോനപ്പനെ മോഹനോട് ചീത്ത വിളിക്കാതിരുന്ന എന്തുകൊണ്ടാ? അടുത്ത ആഴ്ച ലോനപ്പൻ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വരുമ്പോ പ്രതികാരം ചെയ്യാം എന്നോർത്ത്. മോഹനോട് പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ശത്രുവിനെ നമ്മുടെ കയ്യിൽ ഒതുങ്ങിക്കിട്ടും എന്ന് ഉറപ്പുള്ളപ്പോ വെറുതെ വർത്താനം പറഞ്ഞ് ഞാൻ മോശക്കാരനാവുന്നത് എന്തിനാണ് എന്ന്. ദാസപ്പൻ ചേട്ടന് എന്റെ കയ്യിൽ ഒതുങ്ങിക്കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുള്ളപ്പോ ഞാൻ എന്തിനാ മോഹനേട്ടാ വെറുതെ ചീത്ത വിളിച്ച് മോശക്കാരിയാവുന്നത്? ദാസപ്പൻ ചേട്ടൻ കൊടുത്തിയ ചായ ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ സോപ്പൊടി കലക്കിയിട്ടുണ്ടായിരുന്നു. ഈ സത്യഭാമ ഒന്ന് കാണാതെ മറ്റൊന്ന് ചെയ്യില്ല മോഹനേട്ടാ. ഒന്നുമില്ലല്ലോ, ഞാൻ മോഹനേട്ടന്റെ ഭാര്യയില്ലേ. ഇനി മേലിൽ അയാള് ഞാൻ ഉണ്ടാക്കുന്ന ഒന്നിനും കുറ്റം പറയില്ല. എങ്ങനെയുണ്ട്? അത് ചോദിക്കാൻ പറ്റും. മുഴുവനും കലക്കി കുടിച്ചു. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? നല്ല ചായ.
സത്യം പറഞ്ഞ ഇത്രയും നല്ലൊരു ചായ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കുടിച്ചിട്ടില്ല. ഒരു പ്രത്യേക രുചി കാണും, അത് കാണും, ആ. അത് ഉറപ്പായിട്ട് കാണും. പിന്നെ എന്തൊക്കെയുണ്ട് മോനകൃഷ്ണ വിശേഷങ്ങൾ? നിനക്ക് സുഖം തന്നെയല്ലേ? എനിക്ക് സുഖമാണ്. ദാസപ്പ ചേട്ടന് പരമസുഖം. അതിപ്പോഴല്ലേ, കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറും. അല്ല, ഈ സത്യഭാമയുടെ എനിക്ക് ഇറങ്ങാൻ നേരമായി. അയ്യോ, ഇപ്പൊ എന്തായാലും ഇറങ്ങിയ ശരിയാവില്ല, കുറച്ച് കഴിയുമ്പോ ഇറങ്ങാം. ഏയ്, അത് ശരിയാവില്ല. ഇപ്പൊ ഇറങ്ങിയാല് കൃത്യം 10 മണിക്ക് എബ്രഹാം സാറിന്റെ അടുത്തെത്തും. ഇപ്പൊ ഇറങ്ങിയ പുള്ളിക്കാരൻ ഒരു കടുപിടുത്തക്കാരനാ. ഒരു സമയം പറഞ്ഞാ പിന്നെ അത് മാറ്റാൻ സംഭവിക്കില്ല. അതിപ്പോ നമ്മള് മാത്രം വിചാരിച്ച സമയത്ത് പാലിക്കാൻ പറ്റില്ലല്ലോ. ദാസപ്പ ചേട്ടൻ ഇപ്പൊ എന്തായാലും പോലെ ഇവിടെ ഇരിക്കും, പോയാൽ ശരിയാവില്ല. നീ എന്താ മോനകൃഷ്ണ ഈ പറയുന്നത്? എനിക്ക് പോയേ പറ്റൂ. ഞാൻ സമ്മതിക്കില്ല. ദാസപ്പ ചേട്ടനെ ഇപ്പൊ പോയാൽ ഞാൻ സമ്മതിക്കില്ല. ചേട്ടൻ കുളിച്ചില്ലല്ലോ, കുളിച്ചിട്ട് പോയാൽ മതി. കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്തെങ്കിലും കഴിക്കാം നമുക്ക്. അല്ല, ഒരു കാര്യം ചെയ്യാം, ഈ കഴിക്കുന്ന പരിപാടി വേണ്ട, പക്ഷെ കുളിച്ചിട്ട് പോയാൽ മതി. സമയമില്ല മോനകൃഷ്ണ. സമയം ഉണ്ടായാൽ പറ്റൂ. ദാസപ്പ ചേട്ടൻ ഇവിടെ ഇറങ്ങി പോയാലും ഒരു 10 മിനിറ്റ് കൊണ്ട് തിരിച്ചു തരേണ്ടി വരും. സമയത്ത് ഇവിടെ തോന്നുന്നില്ല. ചേട്ടന് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തു തോന്നാൻ? എന്തെങ്കിലും പ്രത്യേകതകൾ എന്തെങ്കിലും? സത്യഭാമേ, ഞാൻ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. ഓ, അപ്പൊ ഇവന് ഒരേ വാശി, കുറച്ച് കഴിഞ്ഞു പോയാ മതി. അതല്ലേ നല്ലത് അല്ലേ? എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നതെന്നറിയാം. പക്ഷെ എനിക്ക് പോയല്ലേ പറ്റൂ. പോയിട്ട് അത്യാവശ്യമുണ്ട്. സത്യഭാമ ഇവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കും. അയ്യോ അയ്യോ ചേട്ടാ പോയല്ലേ. അയ്യോ, വള്ളി പോയി, പുള്ളിയും പോയി. ദൈവമേ, വഴിയിൽ എവിടെയെങ്കിലും. ഈശ്വരാ, ഇന്നലെ വഴിയിൽ മൂത്രം വെച്ചാണ് ലോനപ്പനെ ഞാൻ വഴക്ക് പറഞ്ഞത്. ഇന്നെന്റെ ദാസപ്പ ചേട്ടന്റെ അവസ്ഥ എന്താവും? ഒന്നും ആകൂല. അത് നല്ല ഒന്നാം തരം ചായയായിരുന്നു. ഞാൻ അതിനകത്തൊന്നും കലക്കിയിട്ടൊന്നുമില്ല. അല്ലെങ്കിലും ദാസപ്പ ചേട്ടനോട് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ദാസപ്പ ചേട്ടൻ എന്നെ പറ്റി എല്ലാരോടും വേണ്ടാതിനും പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞപ്പോ മോഹനേട്ടൻ ആ പക്ഷമല്ലേ പിടിച്ചത്. ദാസപ്പ ചേട്ടൻ പറഞ്ഞത് സത്യമാണെന്ന് മോഹനേട്ടൻ അപ്പൊ പറയുകയും ചെയ്തു. ഞാൻ പലപ്പോഴായി പറയണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണല്ലോ ദാസപ്പ ചേട്ടൻ പറഞ്ഞത് ആലോചിച്ച് ഞാൻ ചിരിച്ചു പോയത്. നിനക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നും നീ ഭർത്താവിനെ ബഹുമാനിക്കാത്ത ഒരു അഹങ്കാരിയാണ് എന്നൊക്കെ ഞാൻ പറയുമ്പോ കുറ്റം. ഇപ്പൊ എങ്ങനെയുണ്ട്? ദാസപ്പൻ ചേട്ടൻ പറഞ്ഞത് 100% സത്യമാണ്. എന്റെ ഭർത്താവിനെ എന്നെ പറ്റി വലിയ അഭിപ്രായമില്ലാത്തപ്പോ പിന്നെ നാട്ടുകാർക്ക് അതുണ്ടാവണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. താമസിക്കുന്നല്ലേ? നിനക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയാം. ഞാനൊന്നും അതല്ലേ കഴിക്കുന്നത്. എന്നാലും നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് പേടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ മോഹനെ മര്യാദ വിളിക്കുള്ളൂ. മര്യാദ പഠിച്ചല്ലോ. പ്രതികാരത്തിനുള്ള സാധ്യതകൾ വേണ്ടെന്ന് വെച്ചത് വക്കീലിന്റെ മര്യാദ. സ്വന്തം ഭാര്യയെ പരിഹസിക്കാൻ കിട്ടിയ അവസരങ്ങൾ ഒന്നും വേണ്ടെന്ന് വെക്കാത്ത വില്ലേജ് ഓഫീസറോട് മധുരമായി പകരം വീട്ടിയ സത്യഭാമയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.